മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആനയുടെ ശരീരത്തിലുണ്ടായ മുഴ പഴുത്തിരുന്നു. ലിംഗത്തിന് സമീപം ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. ഞരമ്പുകളിൽ കൊഴുപ്പടിഞ്ഞിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. നമുക്ക് വെളിയിൽ നിന്ന് പെട്ടെന്ന് കാണുന്നത് ആ ഒരു തൊടയിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. ഏകദേശം 40 സെന്റിമീറ്ററോളം വ്യാപ്തിയുണ്ട്. അത് തുറക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നല്ലതായിട്ട് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട്. ഏകദേശം നമുക്ക് ഒരു ലിറ്ററോളം അതിനകത്തുനിന്ന് ചലം വെള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് സിസ്റ്റത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. സോ സെപ്റ്റിക് ആകാനുള്ള ഇത് കാണുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള വേറെ ലീഷൻ കണ്ടത് നമുക്ക് ലങ്സിലാണ്. TB നോഡ്യൂൾസ് ഉണ്ട്. അതിപ്പം അതിൻ്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പസിൻ്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനിപ്പോൾ നമുക്ക് ലാബോറട്ടറിക്കൽ ഇൻവെസ്റ്റിഗേഷനോടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. തൊടയിലുള്ള മുറിവുകൾക്ക് ഏകദേശം ഒരു മാസത്തോളം പഴക്കമുണ്ട്. അല്ല, അത് മൂലമുണ്ടെന്ന ഒരു പൾമണറി അറസ്റ്റാണ് മരണകാരണമായി വരുന്നത്. ഹൃദയാഘാതം നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല. ഈ ഒരു 2 മാസത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഇതേ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പം ഇന്നലത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെസ്ഫുള്ളാണ് ആനിമൽ. ആ ഒരു കണ്ടീഷനിൽ ഇതെല്ലാം ഇതെല്ലാം അതിൻ്റെ അഡ്ജോയിനിങ് ഫാക്ടേഴ്സാണ്. ഉള്ളിലുള്ള ഇഷ്ടം പോലെ, അതായത് നമുക്കിപ്പോൾ ഒരു വൈറ്റൽ കണ്ടീഷൻ എപ്പോഴും നമുക്ക് വെളിയിൽ നിന്ന് അസസ് ചെയ്യാൻ പറ്റില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഒരു മുഴയുണ്ടായിരുന്നു, അത് പഴുത്തിരുന്നു, ആഴത്തിലുള്ള മുറിവ്, കൊഴുപ്പടിഞ്ഞിരുന്നു, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, സമ്മർദ്ദം, അതേ തുടർന്നുണ്ടായ ഹൃദയാഘാതം. അതായത് ഈ ആന അവശനായിരുന്നു എന്നുള്ളത് തന്നെയല്ലേ ഇതെല്ലാം തെളിയിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ അതിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ വ്യക്തമാക്കുന്ന കാര്യം കാർഡിയാക് പൾമണറി അറസ്റ്റ് എന്നാണ് അദ്ദേഹം മെഡിക്കൽ ടേമായി ഉപയോഗിച്ച വാക്ക്. അതായത് ശ്വാസകോശവും ഹൃദയവും ഒരുപോലെ നിലയ്ക്കുന്ന അവസ്ഥ. ആ അവസ്ഥയാണ് ഇത്തരത്തിലും തണ്ണീർക്കൊമ്പന്റെ മരണത്തിലേക്ക് എത്തിയത് എന്നാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഈ ആനയുടെ ഇടതു തുടയിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവിൽ നിന്ന് 1 ലിറ്ററോളം ചലമാണ് പുറത്തേക്ക് എടുത്തത്. അത്രമാത്രം അത് പഴുത്തിരുന്നു. അതിന് പാരലായി പല രീതിയിലും ഈ മുറിവുകളുടെ ആഴം കൂടുന്ന വിധത്തിൽ പാരലായി പലതരത്തിലുള്ള മുറിവുകൾ ഇടതു തുടയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. 1 മാസത്തിലധികം പഴക്കമുള്ള മുറിവാണ് ഉള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഡോക്ടർ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ഈ ആൾക്കൂട്ടത്തിനിടയിലുണ്ടായ സമ്മർദ്ദം, അതായത് 2 തവണയാണ് ഇത്തരത്തിൽ ഒരു വിഷയത്തെ ഈ ആന വന്നത്. എന്തായാലും 20 ദിവസത്തിനുള്ളിൽ ഒരു തവണ ഇത് നേരത്തെ തന്നെ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ഒരു സാഹചര്യം ഹാസനിലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി വന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇതുമൂലമുള്ള ഒരു ആഘാതമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അണുബാധ ശരീരത്തിൽ കനത്ത രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ലിംഗത്തിന് സമീപം മുറിവുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള മുറിവുകളെല്ലാം തന്നെ വലിയ രീതിയിൽ പഴക്കമുള്ള മുറിവുകളാണ്. സ്വാഭാവികമായും ആനയുടെ ആരോഗ്യനില പ്രതിസന്ധിയിൽ ഉള്ള ഒരു ഘട്ടം കൂടിയായിരുന്നു എന്നുള്ളതാണ് തന്നെയാണ് ഡോക്ടർ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം മറ്റൊരു വഴിയില്ലാത്ത ഒരു സാഹചര്യം വനംവകുപ്പിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതിനെ ഡ്രൈവ് ചെയ്ത് തിരിച്ച് കാട്ടിലേക്ക് അയക്കുക എന്നുള്ളത് ഒരു തരത്തിലും അപ്രായോഗികമല്ല. അത്രമാത്രം ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഡാർട്ട് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഡോക്ടർ അജേഷ് മോഹൻദാസ് വ്യക്തമാക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടിയാണ്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ നടപടി തുടങ്ങിയത്. ആ നടപടി പൂർത്തിയായത് വൈകിട്ട് ഏതാണ്ട് ഒരു 4-5 മണിക്കൂറോളം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അത്രയും സമയമെടുത്തിട്ടാണ് അത് പൂർത്തിയാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മരണകാരണം ഹൃദയവും ശ്വാസകോശവും ഒരുപോലെ നിലയ്ക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു മരണത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. മാത്രമല്ല ഈ ആൾക്കൂട്ടത്തിനിടയിലെ സമ്മർദ്ദവും അതിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഈ മരണത്തിൻ്റെ കാരണമെന്നാണ് പറയുന്നത്. ഇപ്പം ഇറക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഇങ്ങനെ ഒരു ആഘാതത്തിലേക്ക് ഈ ആന പോകുന്നത്. അതുവരെയും വേറെ മറ്റു തരത്തിലുള്ള ഒരു ഗുരുതരമായ പ്രശ്നങ്ങൾ ആനയ്ക്ക് ഉണ്ടായിരുന്നില്ല. അവിടേക്ക് എത്തിയ ഘട്ടത്തിൽ, അതിനെ ഇറക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ നേരത്തെ മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു ആനയെ സംബന്ധിച്ച്. ആന ഈ വെടി ഉതിർക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ അവശനായ ഒരു ആന, ഒട്ടേറെ മുറിവുകൾ ഉണ്ടായിരുന്നു, കൂടാതെ ശ്വാസകോശത്തിൽ ഈ ക്ഷയരോഗ ബാധിതനായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഡോക്ടർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മയക്കുവെടി കൂടി താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ആന എന്നതും അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണോ? പ്രത്യേകിച്ച് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുൻപാണ് ഇതിനു മുൻപ് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. അതുകൊണ്ട് തന്നെ അടുത്ത മയക്കുവെടി, അതും 2 തവണ, ബൂസ്റ്റർ ഡോസ് അടക്കം 2 തവണ, അതുകൂടി നേരിടാനുള്ള കരുത്ത് ഈ ആനയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണമോ?
ഒരാഴ്ചക്കിടെ ആണ് ഒരാഴ്ചയോളം പഴക്കമുള്ള രീതി, ഒരു മാസത്തിലധികം പഴക്കമുള്ള മുറിവ് ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇത് നേരത്തെ ഇതിനെ പിടികൂടുന്ന ഘട്ടത്തിൽ, അതായത് ഹാസനിൽ ബേലൂരിൽ നിന്ന് ഇതിനെ പിടികൂടുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ മുറിവുകൾ സംബന്ധിച്ചുള്ള ഒരു പരിശോധന കർണാടക വനംവകുപ്പ് നടത്തിയിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെയാകാം. അതിനെ പൂർണ്ണമായും തുറന്നു വിടുമ്പോൾ അത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കില്ല. ഒരു മാസത്തിലധികം ഈ പഴുപ്പ് ശരീരത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കർണാടക വനംവകുപ്പ് കണ്ടെത്തേണ്ടതായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. എന്തായാലും അതുണ്ടായിട്ടില്ല. മാത്രമല്ല റേഡിയോ കളർ ഘടിപ്പിച്ചാണ് ഈ ആനയെ വിട്ടത്. ഇതിനെ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും ജനവാസ മേഖലയിലാണ് ആന എത്തിയത്. അതുതന്നെയാണ് പ്രതിസന്ധി. സ്വാഭാവികമായും മറ്റൊരു വഴിയില്ലാത്ത സ്ഥിതി ഉണ്ട്. 8 കിലോമീറ്ററിലധികമാണ് വനമേഖല. തിരിച്ച് ആ വനത്തിലേക്ക് തന്നെ ജനവാസ കേന്ദ്രത്തിലൂടെ അതിനെ ഡ്രൈവ് ചെയ്ത് വനത്തിനകത്താക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അത്രമാത്രം സമ്മർദ്ദം ഈ വയനാട്ടിലെ വനംവകുപ്പിന് മുമ്പിലുണ്ടായിരുന്നു. അത് ആളുകളുടെ സമ്മർദ്ദം, അതോടൊപ്പം തന്നെ മറ്റ് രീതിയിൽ അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് അപ്രായോഗിക സംബന്ധിച്ച സമ്മർദ്ദം ഇതെല്ലാം തന്നെ വനംവകുപ്പിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മയക്കുവെടി ഉതിർക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ വയനാട്ടിലെ വനംവകുപ്പ് എത്തിച്ചേരുകയും അതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങുകയും പിന്നീട് ആ മയക്കുവെടി വെക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും ഈ ആന കൃത്യമായ രീതി അത് ആരോഗ്യവാനെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള അത്തരത്തിലുള്ള പ്രകടനങ്ങളാണ് അവിടെ നടത്തിയത്. കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്നു, വാഴത്തോട്ടത്തിൽ കറങ്ങി നടക്കുന്നു, അങ്ങനെ അത് ആരോഗ്യവാനെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഈ ആന നടത്തിയിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡാർട്ട് ചെയ്തത്. പക്ഷേ ഇതിന് ശരീരത്തിൽ ഉള്ളിൽ ആന്തരികമായ രീതിയിലുള്ള മുറിവുകൾ, അത് വലിയ രീതിയിൽ പഴുപ്പ് ഉൾപ്പെടെയുള്ള വിധത്തിൽ ഒരു മാസത്തിലധികമൊക്കെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡോക്ടേഴ്സിന് അതിനെക്കുറിച്ച് ലഭിക്കാതെ പോയത് എങ്ങനെയാണ് വിവരം എന്നതിലൊക്കെ എന്താണ് ഈ വിദഗ്ധർ നമ്മെ അറിയിക്കുന്നത്? അതിൽ അറിയുന്നതിനുള്ള മാർഗങ്ങൾ ഇല്ല എന്നാണോ സുർജിത്ത്? ഇത് ഈ ആന വരുന്നത് ഈ കർണാടകയിലെ നാഗർഹോളെ വനമേഖലയിൽ നിന്നാണ്. സ്വാഭാവികമായും ഇവിടുത്തെ വനംവകുപ്പിന് കൃത്യമായ രീതിയിലുള്ള ഒരു തരത്തിലുള്ള വിവരവും കർണാടക വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായും സ്ഥിരീകരിച്ച വിവരം തന്നെയാണ്. കാരണം ഈ ഹാസനിൽ നിന്ന് പിടികൂടുന്നു, റേഡിയോ കോളർ ഘടിപ്പിക്കുന്നു, അതിനുശേഷം കുറച്ച് ദിവസത്തെ കേജിങ്ങിന് ശേഷമാണ് ഈ ആനയെ തുറന്നുവിടുന്നത്. ഒരുപക്ഷെ കൃത്യമായ രീതിയിലുള്ള പരിശോധന കർണാടക വനംവകുപ്പ് നടത്തിയിരുന്നെങ്കിൽ ആ പഴുപ്പും അതിൻ്റെ ആഴവും എല്ലാം തന്നെ കണ്ടെത്തി എത്രമാത്രം ഗുരുതരമായ അവസ്ഥയാണ് ഈ ആനയെ സംബന്ധിച്ചുള്ളത് എന്നുള്ള ഒരു വിവരം കൂടി ആദ്യഘട്ടത്തിൽ തന്നെ ശേഖരിച്ച് അത് കേരളത്തിലെ വനംവകുപ്പിന് കൈമാറിയിരുന്നെങ്കിൽ സ്വാഭാവികമായും അവർക്കൊരു ജാഗ്രത പുലർത്താമായിരുന്നു. അത്തരത്തിലൊരു ജാഗ്രത, അത് കണ്ടെത്തുക എന്നുള്ളത്, ആന്തരികമായ മുറിവുകൾ കണ്ടെത്തുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ അതിൽ സംശയമുണ്ട്. എന്തായാലും വനംവകുപ്പിന് മറ്റ് പോംവഴികളില്ല വയനാട്ടിലെ. കാരണം മാനന്തവാടിയുടെ ഒത്ത നഗരത്തിൽ ഒരു കാട്ടാന വന്ന് നിൽക്കുന്നു. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് അതൊരു ഭീഷണി തന്നെയാണ്. ആളുകൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയാൽ അതുണ്ടാകാൻ പോകുന്ന ആഘാതം മറിച്ചായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ആളുകളെ ആക്രമിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്ന, കെട്ടിടങ്ങൾ ആക്രമിക്കുന്ന നിലയിലേക്ക് എല്ലാം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല ചിത്രം. അത് ആ ഒരു വിഷയം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മയക്കുവെടി എന്നുള്ള ഓപ്ഷനിലേക്ക് വനംവകുപ്പ് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആനയുടെ അകത്ത് ആന്തരികമായ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടെത്താൻ കേരളത്തിലെ വനംവകുപ്പിന് അങ്ങനെ കണ്ടെത്താൻ എങ്ങനെ സാധ്യമാകും എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും അവശനായിരുന്നു, ദേഹത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു, പഴുപ്പുണ്ടായിരുന്നു, കൂടാതെ ക്ഷയരോഗബാധിതനായിരുന്നു. ഹൃദയാഘാതമാണ്, താങ്ങാനാവാത്ത സമ്മർദ്ദം ഹൃദയാഘാതത്തിലേക്ക് നയിച്ചു. ശ്വാസകോശവും ഹൃദയവും ഒരുപോലെ നിലച്ചു പോയതാണ് മരണകാരണം തുടങ്ങിയ പ്രാഥമിക വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്.